സോ നമ്മൾ പറഞ്ഞു എക്സ്റേ റോങ്ടൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് 1895 കണ്ടുപിടിച്ചു. അതൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അതിന് ഹൈ എനർജിയും ഹൈ ഫ്രീക്വൻസിയും ഉണ്ട്. വേവ് ലെങ്ത് പക്ഷേ വളരെ കുറവാണ്. ഒരു കൂളിഡ് ട്യൂബ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സ്റേ പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, അതിൻ്റെ പ്രോപ്പർട്ടീസും പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എക്സ്റേയുടെ സ്പെക്ട്രം, ദ പ്രൊഡക്ഷൻ ഓഫ് എക്സ്റേ സ്പെക്ട്രം അങ്ങനെ പറയാം, അല്ലെങ്കിൽ എക്സ്റേ സ്കാറ്ററിംഗ്. അല്ലെങ്കിൽ ടെക്സ്റ്റിൽ അതിന് പറഞ്ഞിരിക്കുന്ന ടേം മെഷർമെന്റ് ഓഫ് എക്സ്റേ വേവ് ലെങ്ത് ബൈ റൂൾഡ് ഗ്രേറ്റിംഗ്. മെഷർമെന്റ് ഓഫ് എക്സ്റേ വേവ് ലെങ്ത് ബൈ റൂൾസ് എന്ന് പറഞ്ഞാൽ, ഈ റൂളിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രേറ്റിംഗ് കേട്ടിട്ടുണ്ടോ? ഗ്രേറ്റിംഗ്, ഓപ്റ്റിക്സിലുള്ള ഗ്രേറ്റിംഗ് കേട്ടിട്ടുണ്ടോ? ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5000 സംതിങ് ലൈക്ക് അത്രയും ലൈൻസ് പെർ സെന്റിമീറ്റർ ഉള്ള ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്ന വരകളാണ് നമ്മൾ ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത്, റൂളിംഗ് ഗ്രേറ്റിംഗ്. അപ്പോൾ വളരെ അടുത്തടുത്ത് ഇങ്ങനെ വരയിരിക്കുമ്പം ഒരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഡിഫ്രാക്ഷൻ തരും. വേവ് ലെങ്ത് ബൈ റൂൾഡ് ഗ്രേറ്റിംഗ്. അപ്പോൾ ആ ഗ്രേറ്റിങ്ങിലെ വരകളെയാണ് ദ ലൈൻസ്. ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ഇങ്ങനെ ഇരിക്കും. ലൈൻസ് ഇൻ ഗ്രേറ്റിംഗ്, അതിനെ വിളിക്കുന്ന പേരാണ് റൂൾസ് ഓർ റൂളിംഗ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കണം, ഒരു എക്സ്റേ വന്ന് ഒരു സാമ്പിളിൽ വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ വന്ന് വീണ എക്സ്റേയുടെ ലാംഡ എത്രയാണ്. അപ്പം ഞാനൊരു പുതിയ സയന്റിസ്റ്റിന്റെ പേര് പറയാം, ബ്രാഗ്സ് ലോ. കേട്ടിട്ടുണ്ടോ? BRAGGS, ബ്രാഗ്സ് ലോ. അദ്ദേഹം പറയുന്ന ഇതാണ്, ഇപ്പോൾ ഒരു ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമുക്കറിയാം ലാർജ് നമ്പർ ഓഫ് പ്ലെയിൻസ് ഉണ്ട്. പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന, ക്രിസ്റ്റലൈൻ സാമ്പിൾ ആണെങ്കിൽ കൃത്യമായിട്ട് ആറ്റങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന സാധനത്തിന്, അല്ലെ ഏത് പ്ലെയിനുകളിലാണോ ആറ്റങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് ആ പ്ലെയിനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റിസ്. നമുക്ക് ഇവിടെ ഒരു ആറ്റം ഉണ്ട്, ഇവിടെ ഒരു ആറ്റം ഉണ്ട്, ഇവിടെ ഒരെണ്ണം. സിമിലർലി ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണം. സിമിലർ വേ തന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണം. അപ്പൊ ഇതിന്റെയൊക്കെ നമുക്ക് എന്നാന്ന് പറയാം? ഇതിനെ നമുക്ക് ലാറ്റിസ് എന്ന് വിളിക്കാം. അപ്പൊ ഇതാണ് ഇതിനകത്തെ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇതിലേക്ക് ഒരു എക്സ്റേ വന്ന് വീണാൽ എന്ത് സംഭവിക്കും? അപ്പൊ നോക്കി, ഇവിടുന്ന് ഒരു എക്സ്റേ വന്ന് ഈ വേവ് ഇതേ വീണു, അതിവിടെ ഇടിച്ച് തിരിച്ചു പോയി. അതുപോലെ തന്നെ ഇവിടുത്തെ തൊട്ട് താഴത്തെ ലാറ്റിസിൽ വന്ന് ഒരെണ്ണം വീണു, അതും അവിടെ ഇടിച്ച് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ രണ്ട് ഇൻസിഡന്റ് റേ, ഒപ്റ്റിക്സിലൊക്കെ പറയുന്ന പോലെ രണ്ട് ഇൻസിഡന്റ് റേ കൺസിഡർ ചെയ്യുക. ആദ്യത്തെ പ്ലെയിനിലെ ഒരു ലാറ്റിസ് പോയിന്റിൽ ഇടിച്ച് കടന്നുപോയി, രണ്ടാമത് തുളഞ്ഞു കയറി അടുത്ത ലാറ്റിസിലോട്ട്, അടുത്ത ലാറ്റിസിലെ ഒരാറ്റത്തിൽ അല്ലെ മോളിക്യൂളിൽ ഇടിച്ച് തിരിച്ചു പോയി. അപ്പം ഇതിവിടെ വന്ന് ഇടിച്ച് തിരിച്ചുപോയി, ഇതിവിടെ വന്ന് ഇടിച്ച് തിരിച്ചുപോയി. അപ്പൊ ഈ പ്ലെയിനുമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം, അല്ലെ?
ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. ഇപ്പൊ ഈ പോയിന്റിനെ ഈ റേയിനെ ഞാനിപ്പോ പി ക്യു ആർ എന്ന് വിളിച്ച്, ആർ എന്ന് വിളിച്ച്, ഈ റേയിനെ ഞാൻ പി ക്യു ഡാഷ് ആർ ഡാഷ് എന്ന് വിളിച്ചു. അങ്ങനെയെങ്കിലേ ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് എത്രയാ? 2 റേ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്. കൂടുതൽ സഞ്ചരിക്കുന്ന പി ക്യു ഡാഷ് ആർ ഡാഷ് അല്ലേ? ഇപ്പൊ പി ഡാഷ് ക്യു ഡാഷ് ആർ ഡാഷ് മൈനസ് പി ക്യു ആർ. എത്ര മാത്രം പാത്തിന് വ്യത്യാസം ഉണ്ടായി? ഇത് നീട്ടി വരച്ച ഇവിടെ, ഇത് നീട്ടി വരച്ച ഇവിടെ. അപ്പൊ ഇത്രയും ഭാഗമാണ് കൂടുതൽ ദൂരം സഞ്ചരിച്ചത്. വേണമെങ്കിൽ ഒരു പേര് കൊടുത്ത ഇതിനെ ടീന്നും ഇതിനെ എസ് എന്നും കൊടുത്താൽ ടി മുതൽ ക്യൂ ഡാഷ് മുതൽ എസ് വരെ, അതാണ് അവിടെ ഉണ്ടായ പാത്ത് ഡിഫറൻസ്. അത് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കും. അപ്പം 2 ലാറ്റിസ് തമ്മിലുള്ള അകലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡി സ്പേസിംഗ്. ഡി സ്പേസിംഗ് ഈസ് എ spacing between 2 lattices. അപ്പൊ അതിനെ നമുക്ക് ഈ പറയുന്നത് പോലെ ഡി സ്പേസിംഗ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ ഡി ആയിരിക്കും. ഇനി ഈ റേ വന്ന് വീണ് ഈ പ്ലെയിനുമായി ഉണ്ടാക്കുന്ന ഈ ആംഗിൾ തീറ്റയാന്നിരിക്കട്ടെ, അത് റിഫ്ലക്ട് ചെയ്ത് പോയി ഇതും തീറ്റയായിരിക്കും. ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് 90 മൈനസ് തീറ്റ ആവും. ഇത് 90 മൈനസ് തീറ്റ. ഇത് നോർമലാ, ഇങ്ങനെ പെർപെൻഡിക്കുലർ ആണ്. പിന്നെ ഇതെന്ന് പറയണത് ഇത് 90 മൈനസ് തീറ്റയാണ്, ഇതെന്ന് പറയണത് പ്ലസ് തീറ്റ തന്നെ. അപ്പൊ ഈ ആംഗിളും തീറ്റ. അപ്പൊ ഇവിടെ ഈ ടി ക്യൂ ഡാഷ് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് പെർപെൻഡിക്കുലർ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനൂസ്, എതിർവശം ബൈ കർണം, ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ക്യൂ ഡാഷ് ബൈ ക്യൂ ക്യൂ ഡാഷ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ക്യൂ ഡാഷ് ബൈ ഡി, ഓർ ഡി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു പാത്ത് ഡിഫറൻസ്. ഡി സൈൻ തീറ്റ, ഡി ഇങ്ങോട്ടേ ഗുണിക്കാം, ഈക്വൽ ടു ഓർ പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഡി സൈൻ തീറ്റ. നിങ്ങൾ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന പാഠഭാഗം ഡിഗ്രിക്ക് പഠിച്ചതാണോ ആഷ്ന? ഒപ്റ്റിക്സ് അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും പഠിച്ചപ്പം നമ്മൾ, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ടേം പറഞ്ഞിട്ടുണ്ട്, പാത്ത് ഡിഫറൻസ് അല്ലേ? പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും പറഞ്ഞ 2 ടേം പറഞ്ഞിട്ടില്ലേ? ഓർക്കുന്നുണ്ടോ? പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും അതുപോലെ ഫ്രിഞ്ച് കിട്ടുന്നതിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് പറയുന്നത്, ഈ നമ്മളുടെ വന്ന് വീഴുന്ന റേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എൻ ലാംഡ ആയാൽ, എത്രയാണ്? എൻ ഒരു ഇൻറ്റിജറും ലാംഡ വന്ന് വീഴുന്ന റേഡിയേഷന്റെ വേവ് ലെങ്തും ആയാൽ, that path difference n lambda ആയാൽ അതൊരു ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇന്റർഫറൻസ് യങ്സ് ഡബിൾ സ്ലിറ്റിനകത്ത് പറയുന്നുണ്ട്, ഇത് n ലാംഡ ആയ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആയിരിക്കും, 2n+1 ഓർ 2n-1 ആയാൽ അത് ഡാർക്ക് ഫ്രിഞ്ചസ് ആയിരിക്കും. സോ n ലാംഡ ഈക്വൽ ടു 2d സൈൻ തീറ്റ. അതന്നെ ഞാൻ 2d സൈൻ തീറ്റ എന്ന് എഴുതാൻ കാരണം, ഈ വശം കണ്ടുപിടിച്ചാൽ അത്രയും പാത്ത് ഡിഫറൻസ് ഇവിടെയുണ്ട്. ഡി സൈൻ തീറ്റ ഓർ ടോട്ടൽ പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു ഡി സൈൻ തീറ്റ പ്ലസ് ഡി സൈൻ തീറ്റ, that is equal to 2d sin theta, that is equal to n lambda. This law is called Bragg equation, Bragg's law or Bragg equation. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഡി സ്പേസിങ്ങും സൈൻ തീറ്റ ഓഫ് ദ ഇൻസിഡന്റ് ആംഗിളും ലാംഡ, where lambda is the wavelength of the X-ray.
എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ഡിഫ്രാക്ഷൻ എന്ന് പറയും. ഡിഫ്രാക്ഷൻ ആണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്. എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര. നമ്മളെല്ലാം കൺസിഡർ ചെയ്യുന്നത് n1 ആയിട്ടാണ്. സോ വി ക്യാൻ ഈസിലി ഫൈൻഡ് ലാംഡ ഈക്വൽ ടു 2d സൈൻ തീറ്റ. അപ്പൊ ഡി സ്പേസിങ് എത്രയാണ്, തീറ്റ എത്രയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ കാണാൻ പ്രോബ്ലവും ചോദിക്കും. സോ n ലാംഡ ഈസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ, or when n equal to 1, lambda equal to 2d sin theta. ഈ വാല്യൂ തീറ്റ ആയാൽ ഈ ആംഗിൾ ഇത് 90 ഡിഗ്രി. അപ്പൊ ഇതെന്ന് പറയുന്നത് 90 മൈനസ് തീറ്റ. ഇനി ഇത് കൺസിഡർ ചെയ്യുക, ഈ പെർപെൻഡിക്കുലർ ഡി സ്പേസ് ഇത് 90 ഡിഗ്രി ആവണം. ഇത് 90 മൈനസ് ആണ് തീറ്റ ആണെങ്കിൽ 90 മൈനസ് തീറ്റ പ്ലസ് തീറ്റ ആയാൽ രണ്ടും പോയി 90 ആവുള്ളൂ. അപ്പൊ ഈ വാല്യൂ 90. അങ്ങനെയാണ് ഈ വാല്യൂ 90 നടക്കും. ഇനി ഇതാണ് പാത്ത് ഡിഫറൻസ്. ഇവൻ ഇങ്ങോട്ട് യോജിപ്പിച്ചു, ഇവൻ ഇങ്ങോട്ട് യോജിപ്പിച്ചു. അപ്പൊ ഈ റേ ഇതിലൂടെ പോകുന്നത് തുല്യമായി സഞ്ചരിക്കുകയാണെങ്കിൽ ഇത് ഇവിടെ വന്നേച്ച് ഇങ്ങനെ പോകണം. ഇത്രയും പാത്ത് കൂടുതൽ സഞ്ചരിക്കുന്നത്. അപ്പൊ ടി മുതൽ ക്യൂ ഡാഷ് വരെയും കണ്ടുപിടിക്കണം. ക്യൂ ഡാഷ് മുതൽ ക്യൂ ഡാഷ് എസ് വരെ എത്രയാന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, സൈൻ തീറ്റ എടുക്കുക. അപ്പൊ എതിർവശം ബൈ ഡി എന്ന് കിട്ടും. അപ്പം ഡി സൈൻ തീറ്റ എന്ന് പറഞ്ഞത് ഇത് കിട്ടും. അതേ വാല്യൂ ആണ് ഇതും, ഡി സൈൻ തീറ്റ. രണ്ടോടെ കൂട്ടുമ്പോൾ 2d സൈൻ തീറ്റ ആണ്. അപ്പം മൊത്തം പാത്ത് ഡിഫറൻസ് 2d സൈൻ തീറ്റ ആയി. ഇനി ഈ 2d സൈൻ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഡിഫ്രാക്ഷൻ കാണുമ്പോൾ അവിടെ ഒരു ലൈറ്റിൽ ഒരു ഇന്റൻസിറ്റി ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടണമെങ്കിൽ അതിന്റെ വാല്യൂ n ലാംഡ ആയിരിക്കും. where n is the order of the diffraction, lambda is the wavelength. So 2d sin theta is equal to n lambda, from which, and this is called Bragg's law, lambda equal to 2d sin theta, from which we can find out the wavelength of the X-ray. ഈ ബ്രാഗ്സ് ലോ എങ്ങനെയാണ് നമ്മളുടെ ഓരോ സാമ്പിളിൽ നിന്ന് നമുക്ക് ഡിഫ്രാക്ഷൻ പീക്കുകൾ കിട്ടുന്നതെന്ന് പറയുന്നതാണ് ലവേ മെത്തേഡ്. സ്പെല്ലിംഗ് നോക്കണം, LAUE, ലവേസ് മെത്തേഡ്, or experiment or method to find out the X-ray diffraction pattern from different lattice. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു സാമ്പിളിന്റെ കണ്ടുപിടിക്കണം. ഒരു സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് എടുത്താൽ, അല്ലെ ഒരു വസ്തു എടുത്താലാണല്ലേ അതിനകത്ത് ഡി സ്പേസിംഗ് ഉള്ള. ആറ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത്, the atoms are arranged in the lattice. ഈ ലാറ്റിസ് ചേർന്നാണ് എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ എക്സ്റേ എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ എവിടെ കൊണ്ടുപോയി വീഴ്ത്തണം? ഒരു ഒബ്ജക്റ്റിലോട്ട് ഇൻസിഡന്റ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് അതിനകത്ത് എന്തുണ്ട്? ലാർജ് നമ്പർ ഓഫ് ലാറ്റിസസ് ഉണ്ട്, ഓർ പ്ലെയിൻസ് ഉണ്ട്. ആ പ്ലെയിനിൽ തട്ടി ഈ എക്സ്റേ എന്ത് ചെയ്യുന്ന ഇപ്പൊ പറഞ്ഞേ? ഡിഫ്രാക്ഷൻ നടക്കും. അങ്ങനെ ഡിഫ്രാക്ഷന് ശേഷം ചെരിഞ്ഞു വന്ന് കിട്ടുന്ന ഈ റേസിനെ നമ്മൾ കളക്ട് ചെയ്യും. എന്നിട്ട് ഏത് ഡിഗ്രിയിൽ ചെരിഞ്ഞ് വീണപ്പോഴാണോ ഈ ഡിഫ്രാക്ഷൻ കിട്ടിയേ, അതിന്റെ 2θ വേഴ്സസ് ഡിഫ്രാക്ഷന് ശേഷം കിട്ടി അല്ലെങ്കിൽ ആ ഫിലിമിൽ വീണ ലൈറ്റിന്റെ ഇന്റൻസിറ്റിയുടെ ഗ്രാഫ് വരയ്ക്കും. അപ്പം നമുക്ക് കിട്ടുന്നതാണ് ഡിഫ്രാക്ഷൻ സ്പെക്ട്ര ഓർ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്പെക്ട്ര. അതാണ് ഇതിനകത്ത് സംഭവിക്കേണ്ട കാര്യം. അപ്പൊ നമുക്ക് എന്ത് വേണം? ആദ്യം ഒരു ലൈറ്റിന്റെ സോഴ്സ് വേണം. ഇതാണ് നമ്മുടെ ഒരു ലൈറ്റ് സോഴ്സ് എന്നിരിക്കട്ടെ, അതായത് എക്സ്റേ സോഴ്സ്. എക്സ്റേ എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോണിനെ പിടിച്ചു നിർത്തി. ഇപ്പൊ ഹൈ പൊട്ടൻഷ്യൽ കൊടുത്ത് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു, ക്രിസ്റ്റലെ ഇടിപ്പിക്കുന്നു, എക്സ്റേ ഉണ്ടായി.
എക്സ്റേ സോഴ്സ്. ഈ എക്സ്റേ സോഴ്സിൽ നിന്ന് എക്സ്റേ ബീം പുറത്തേക്ക് വരും. നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മളുടെ സാമ്പിൾ വെക്കണം. സാമ്പിൾ എന്ന് ഉപയോഗിച്ചാൽ ഇപ്പൊ പുസ്തകത്തിൽ മുരുകദാസൻ ഒരു ടെക്സ്റ്റൈല് മുരുകേശിന്റെ പുസ്തകത്തിൽ തന്നിരിക്കുന്ന ഇസഡൻഎസ് എന്ന് പറയുന്ന ഒരു വസ്തുവാണ്. ഏതെങ്കിലും ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് വേണേൽ ഇസഡൻഎസ് തന്നെ എഴുതി, ഓർ BI എന്തെങ്കിലും സാധനം, ഇസഡൻഎസ്, Cu2O, CuS, SO4 എന്തേലും. അതേ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്നാ പറഞ്ഞു, ഇതിനകത്ത് ലാർജ് നമ്പർ ഓഫ് ലാറ്റിസസ് ഉണ്ട്. ഇതേ തട്ടി വെച്ച് ഇവിടെ നിന്ന് ഈ ലൈറ്റിന് ഡിഫ്രാക്ഷൻ സംഭവിക്കും. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? ഡിഫ്രാക്ഷൻ ആക്ച്വലി ഹരിത ഡിഫ്രാക്ഷൻ എന്താണോ? ഡിഫ്രാക്ഷൻ റിഫ്രാക്ഷൻ ഉണ്ട്, ഡിഫ്രാക്ഷൻ ഉണ്ട്, ഇന്റർഫറൻസ് ഉണ്ട്, പോളറൈസേഷൻ ഉണ്ട്. ഇതൊക്കെ എന്നാ ഇത്? നമ്മൾ ഫൈനലി ഇവിടെ ഒരു സ്ക്രീൻ കൊടുക്കണം. ഇപ്പൊ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് അറ്റ് ആൻ അപ്പേർച്ചർ ഓർ ഒബ്സ്ട്രക്റ്റീവ്, എവിടെയെങ്കിലും തട്ടിയുള്ള ബെൻഡിങ്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടന്നു പോകുമ്പം അതിനകത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുന്നതുകൊണ്ട് ലൈറ്റ് ബെൻഡ് ചെയ്യുന്ന റിഫ്രാക്ഷൻ. ഇവിടെ നടക്കുന്നത് ഡിഫ്രാക്ഷൻ. നോട്ട് റിഫ്ലക്ഷൻ ഓർ റിഫ്രാക്ഷൻ. ഇവിടെ ലൈറ്റ് ഇങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഇതിന് തുല്യമായിട്ട് ഇവിടെ ഒരു കോൺസെൻട്രിക് വട്ടത്തിൽ ഇങ്ങനെ സ്പോട്ട് കിട്ടും. ഇവിടെ ഇങ്ങനെ സ്പോട്ട് കിട്ടും. അപ്പൊ നമ്മൾ അതിനെ ഒരു പ്ലെയിനെ വരച്ചെടുത്തു കഴിഞ്ഞാല്, ഇപ്പം ഇതിപ്പോ നമ്മുടെ ആ പ്ലെയിൻ ആണെങ്കിൽ ഇതില് കോൺസെൻട്രിക് റിങ്സുകളായിട്ട് നമുക്ക് ഇങ്ങനെ നമ്മളുടെ ഡിഫ്രാക്ഷൻ പാറ്റേൺ, സെന്റർ ഫ്രിഞ്ച് കിട്ടും, തൊട്ടടുത്തത് കിട്ടും, തൊട്ടടുത്തത് കിട്ടും. അപ്പൊ ഇവിടെ കിട്ടുന്നതാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഓരോന്ന് ഓർത്തിരുന്നു, ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഇപ്പൊ നോക്കിയേ, ഇവിടെ ഓരോ ആംഗിളും ഒരു പർട്ടിക്കുലർ ഡിഗ്രിയിൽ ചെരിഞ്ഞാ പോണേ അല്ലേ? അവിടെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലേസിംഗ് ആംഗിൾ. ചെരിവ് വരുന്ന ഗ്ലേസിംഗ് ആംഗിൾ. ഇവിടെ നമുക്ക് കിട്ടുന്ന ഇതേന്ന് നമുക്ക് കിട്ടും. ഇതിനകത്ത് ഇതൊരു ഫോട്ടോഗ്രാഫി പ്ലേറ്റോ എന്തെങ്കിലും ആവട്ടെ, അതേ വന്ന് ഇങ്ങനെ ലൈറ്റ് വന്ന് വീണ് കഴിയുമ്പം അവിടുത്തെ ആ ഫോട്ടോഗ്രാഫി പ്ലേറ്റിൽ ഒരു അയോണൈസേഷൻ ആണ്. ഒരു അയോണൈസേഷൻ കറണ്ട് ഇവിടുന്ന് മെഷർ ചെയ്യാൻ പറ്റും. ഈ അയോണൈസേഷൻ കറണ്ടിനെ വൈ ആക്സിസ് ആക്കിയും ഈ 2θ എക്സ് ആക്സുമായിട്ട് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫാണ് എക്സ്റേ സ്പെക്ട്രം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ്റേ സ്പെക്ട്രം എന്നാന്ന് ചോദിച്ചാൽ ഇതാണ് എക്സ്റേ സ്പെക്ട്രം. അല്ലാതെ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ലവേ മെത്തേഡ്. സോഴ്സ് കൊടുക്കുക, ഇങ്ങനെ വേണേൽ രണ്ട് സ്ലിറ്റ് ഒക്കെ വരച്ചിട്ട് S1 S2 ഇതിന് നടുക്കൂടെ തന്നെ കടന്നു പോകാൻ വേണ്ടി S1 S2 ഗൈഡ് ചെയ്ത് ബാക്കിയുള്ള ബീമൊന്നും വരികയല്ല, ഇടിച്ച് തിരിച്ചു പോകും. ഒരൊറ്റ ലൈനായിട്ട് വന്ന് സാമ്പിളെ വീഴുന്നു. അത് പല ഗ്ലേസിംഗ് ആംഗിൾ ഡിഫ്രാക്റ്റ് ചെയ്യുന്നു. അത് നമ്മളൊരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റയിൽ റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പം നമ്മൾ ഓരോ പീക്ക് ഇവിടെ ഇപ്പം θ1 എന്ന് ഇരിക്കട്ടെ, വേറെ ആംഗിൾ θ2, വേറെ ആംഗിൾ θ3. ഇവിടെയാണ് നമുക്ക് മാക്സിമം ഇന്റൻസിറ്റി കിട്ടുന്നതെങ്കിൽ ഇന്റൻസിറ്റി കൂടിയെടുത്ത് ഇങ്ങനെ ഗ്രാഫിന് ഒരു പീക്ക് കിട്ടും. പിന്നെ ഈ ഗ്രാഫ് ഇങ്ങനെ കുറഞ്ഞു പോകും. വീണ്ടും θ2 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു പീക്ക് ഉണ്ടായിരിക്കും. പിന്നെ θ3 ഇടയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു പീക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഇന്റൻസിറ്റി
ഓഫ് ദ അയോണൈസേഷൻ കറണ്ട് ഓർ ഇന്റൻസിറ്റി എന്ന് പറയും. ഇന്റൻസിറ്റി വൈ ആക്സിസും ഇൻസിഡന്റ് ആംഗിള് എക്സ് ആക്സിസുമായിട്ട് 2θ ഇല്ല പറഞ്ഞ കേട്ടോ. ഇവിടെ ഇങ്ങനെ തീറ്റ ഉണ്ട്, ഇങ്ങോട്ടോടെ കടന്നു പോകുമ്പോൾ ആ വശം ഈ വശം തീറ്റ വരുമ്പോൾ മൊത്തം 2θ വരും. 2θ ഈ ആക്സിലും ഇന്റൻസിറ്റി വൈ ആക്സിലും വരച്ചു കഴിയുമ്പം ഇതാണ് ഈ ഫസ്റ്റ് θ1ന്റെ പീക്ക്. അതിന് വേണേൽ ആക്സ് ആംപ്ലിറ്റ്യൂഡ് A1 എഴുതാം, ഇതിന് A2 എന്ന് എഴുതാം, ഇതിന് A3. അങ്ങനെ നമുക്ക് കിട്ടുന്ന ദിസ് ഇന്റൻസിറ്റി വേഴ്സസ് ഇൻസിഡന്റ് ആംഗിൾ, ദ ഗ്രാഫ് against the intensity ബ്രാക്കറ്റില് അയോണൈസേഷൻ കറണ്ട് എന്നാ പറയുന്നത്, വേഴ്സസ് 2θ or incident angle is called എക്സ്റേ സ്പെക്ട്രം. ഹെഡിങ് നോക്കിയാൽ അറിയാം, വളരെ കൃത്യമായിട്ട് ഹെഡിങ് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എക്സ്റേ സ്പെക്ട്രത്തിന്റെ ഡെഫിനിഷൻ. പടം വേണം, ഔട്ട്പുട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വേണം, ഗ്രാഫ് വേണം, ഡെഫിനിഷൻ വേണം. ഒരു സ്ക്രീൻഷോട്ട് എടുത്തേക്കാവോ? അതോടെ എടുത്തിട്ട് ഗ്രൂപ്പിലോട്ട്. ഇതാണ് നമ്മൾ പറയുന്നത്, ഒരു ആറ്റത്തിലാണ് ലാർജ് നമ്പർ ഓഫ് ലാറ്റിസ് ഉണ്ട്. ഈ ലാറ്റിസിലെല്ലാം തട്ടി ഇതിന് റിഫ്രാക്ഷൻ നടത്തും. ഇതിനകത്താട്ടെ ഈ ലാറ്റിസുകളുള്ള, ഇതിനകത്ത് ലാറ്റിസ്, ഈ വസ്തു വെക്കുന്നിടത്തിനകത്ത് ലാറ്റിസുകളിൽ തട്ടിയാണ് ഡിഫ്രാക്ഷൻ നടക്കുന്നത്. ഇങ്ങോട്ട് തീറ്റായും ഇങ്ങോട്ട് തീറ്റായും ആകുമ്പോഴാണ് ഒരു സർക്കിളിന് മൊത്തം 2θ വരയ്ക്കുന്നത്. കണ്ടിന്യൂവസ് എക്സ്റേ സ്പെക്ട്ര, ഇതൊക്കെ പറഞ്ഞാല് വളരെ എളുപ്പമാണ് ഓർത്തിരിക്കുക. കണ്ടിന്യൂവസ് എക്സ്റേ സ്പെക്ട്ര നമ്മൾ മുമ്പേ അല്ലെങ്കിൽ ലവേ മെത്തേഡിൽ LAUE ലവേ മെത്തേഡിലൊക്കെ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെ ബ്രാഗ്സ് ലോയിലൊക്കെ n = 2D sin θ എന്നായിരുന്നല്ലേ. അതിൽ ഏതെങ്കിലും ഒരു വേവ് ലെങ്ത് മാത്രം കൊടുക്കും. കൺസിഡർ ഓൺലി വൺ വേവ് ലെങ്ത്. അപ്പൊ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്നാണ്? പല വേവ് ലെങ്ത് ഉള്ള എക്സ്റേ സ്പെക്ട്രം. ഇത്രേ ഉള്ളൂ. ഓൺലി വൺ വേവ് ലെങ്ത് ആയിരുന്നു നമ്മളുടെ ലവേ ഇക്വേഷൻ അല്ലെങ്കിൽ ബ്രാഗ്സ് ലോയിൽ. നൗ കണ്ടിന്യൂസ് എക്സ്റേ കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞു, അപ്പൊ ആദ്യത്തെ പടം, രാവിലെ വരച്ച പടത്തിൽ ബാറ്ററി കൊടുത്തു വെച്ച് ഒരു ടങ്സ്റ്റൺ ഫിലമെന്റ് ചൂടാക്കിയാണ് ഈ പറയുന്നത് പോലെ നമ്മളുടെ എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം പല എക്സ്റേ, പല വേവ് ലെങ്തിലുള്ള എക്സ്റേ ഇതിൽ നിന്ന് വന്ന് ഇവിടെ ഇടിച്ച് കിട്ടണമെങ്കിൽ we need to apply different voltage. നമുക്ക് പറയാം, 3-4 എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ടെക്സ്റ്റ് തന്നിരിക്കുന്നത് 30 കിലോ വോൾട്ട് കേട്ടോ, W അല്ലേ, 30 കിലോ വോൾട്ട്, 40 കിലോ വോൾട്ട്, 50 കിലോ വോൾട്ട്, പിന്നെ തന്നിരിക്കുന്ന 70 കിലോ വോൾട്ട്. ഇങ്ങനെ ഡിഫറെന്റ് വേവ് ലെങ്ത്, ഡിഫറെന്റ് വോൾട്ടേജ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ വരച്ച പോലെ നമ്മളുടെ XY ആക്സിസ് നമ്മൾ വരച്ചാൽ നമുക്ക് കിട്ടുന്ന എക്സ്റേ സ്പെക്ട്രം എങ്ങനെയായിരിക്കും എന്നാണ് ഈ കണ്ടിന്യൂസ് സ്പെക്ട്രത്തിൽ പറയുന്നത്. ഇതാണ് നമ്മുടെ എക്സും വൈ എങ്കിൽ, എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വേവ് ലെങ്ത്, പല വേവ് ലെങ്ത് കിട്ടും. വേവ് ലെങ്ത് ഇൻ ആങ്സ്ട്രം. 1 ആങ്സ്ട്രം എത്രയാ? 1 ആങ്സ്ട്രം ഈസ് ഈക്വൽ ടു 10⁻⁻10 മീറ്റർ കേട്ടോ. ഇത് 0, ഇത് 0.2, 0.4, 0.6, അങ്ങനെ പല പല ആങ്സ്ട്രം.
ഇനി ഗ്രാഫ് ഇങ്ങനെയാണ്. 30 കിലോ വോൾട്ട് കൊടുത്തപ്പം ഇങ്ങനെ ഒരു എക്സ്റേ സ്പെക്ട്രം കിട്ടും. ഒരു കണ്ടിന്യൂസ് സ്പെക്ട്ര, എങ്ങും വ്യത്യാസമോ അല്ലെ ഷാർപ്പ് ഇൻക്രീസ് ഒന്നുമില്ല. 40 കിലോ വാൾട്ട് കൊടുത്തപ്പോഴും നമുക്ക് വേറൊരു കണ്ടിന്യൂസ് സ്പെക്ട്രം കിട്ടി. 50 കിലോ വോൾട്ട് കൊടുത്തപ്പോഴും നമുക്ക് വേറൊരു സ്പെക്ട്രം കിട്ടി. പക്ഷേ when this potential to the wavelength is 70 kilovolt, this continuous spectrum is start to become discrete or the sharp increase and decrease or peak in കിട്ടാൻ at 70 kilovolt. ബാക്കിയെല്ലാം എത്രയായിരുന്നു? ഇത് 30 കിലോ വോൾട്ട്, ഇത് 40 കിലോ വോൾട്ട്, ഇത് 50 കിലോ വോൾട്ട്, this one 70 കിലോ വോൾട്ട്. അപ്പം യുറേ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. UREY, യുറേ ആൻഡ് ഹിസ് കോവർക്കേഴ്സ്. അദ്ദേഹം പറഞ്ഞതാണ്, ഒരു എക്സ്റേ ട്യൂബിൽ നിന്ന് ഡിഫറെന്റ് പൊട്ടൻഷ്യലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല 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 സ്പെക്ട്രം കിട്ടും. കണ്ടിന്യൂസ് സ്പെക്ട്രം. നമ്മൾ മുമ്പേ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പീക്കുകളായിട്ടാണ് കിട്ടണ്ടേ, അതിന് പകരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. അത് കിട്ടുന്ന ഈ താഴെയുള്ള ഇതെല്ലാം 30, 40, 50 എല്ലാം വൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നല്ല സ്പെക്ട്രം അല്ല അവിടെ കിട്ടും. ആ സാമ്പിളിന്റെ സ്വഭാവം, അല്ല, അതിനെ വിളിക്കുന്ന പേരാണ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സാമ്പിൾ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സാമ്പിൾ. അത് തരുന്നതാണ് ഈ ഷാർപ്പ് പീക്കുകൾ. ഷാർപ്പ് പീക്സ് gives the characteristics of the sample. അപ്പൊ അതിന് താഴെയുള്ള കണ്ടിന്യൂസ് സ്പെക്ട്രം എടുത്തിട്ട് കാര്യമൊന്നുമില്ല. മിനിമം 70 കിലോ വോൾട്ടിൽ കൊടുത്തെങ്കിൽ സാമ്പിളിന്റെ പീക്കുകൾ കിട്ടുള്ളൂ. ആൻഡ് ദിസ് ഈസ് കോൾഡ് ദ ക്യാരക്ടറിസ്റ്റിക് റേഡിയേഷൻ ഓർ ക്യാരക്ടറിസ്റ്റിക് പീക്സ്. ദിസ് ഈസ് കോൾഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ക്യാരക്ടറിസ്റ്റിക് പീക്ക്. ഇതാണ് കണ്ടിന്യൂസ് എക്സ്റേ സ്പെക്ട്രം എന്നാന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. ഇത്ര എഴുതിയാൽ മതി. അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ എനർജി ലെവൽ ഡയഗ്രാം, 3-4 ഹെഡിങ് ഉണ്ട്, കുറച്ചുകൂടി ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ